ഹലോ ഗൈസ്, പാറു ഭയങ്കര ഉറക്കത്തിലാട്ടോ. അമ്പിളിക്കുട്ടി അപ്പത്തിന് റൂമിലേക്ക് വന്നു. ഇന്ന് അമ്പിളിക്കുട്ടീൻ്റെ പിറന്നാളാണ് കേട്ടോ. അമ്പിളിക്കുട്ടിയുടെ ഹായ് പറയ്. ഹായ്. അപ്പം അങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെയൊക്കെ വഴി തെറ്റിയിരിക്കുകയാണ് ഗൈസ്. ഒരു തോട്ടത്തിൽ കൂടെ ആട്ടോ പോണത്. അതുകൊണ്ട് ഏത് കൂടെ പോകേണ്ടതൊരു പിടുത്തം കിട്ടിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു. അതിൽ പാറു എല്ലാം കൂടിയിട്ട് പോകാൻ തുടങ്ങി. അവരവിടെ എത്തി. ഞങ്ങൾ മെല്ലെ പോയുള്ളൂ. ദിവ്യയ്ക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം അവൾക്ക് 8-ാം മാസമായി. അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി തൊഴുതു. ഇതാട്ടെ ഞങ്ങളുടെ തറവാട്ടമ്പലം. ബർത്ത്ഡേ കുട്ടി, ഹാപ്പി പിറന്നാൾ ആശംസകൾ ഉണ്ട്. പാറ പിന്നെ തൂക്കുപാത്രം കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല, കാരണം തൂക്കുപാത്രത്തിൽ ഫുള്ള് പായസമായിരുന്നു. അത് ഓടിപ്പോകാൻ കുട്ടിക്ക് പറ്റിയില്ല. വല്യമ്മോയ് ഹലോ. ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് പിറന്നാളാണേ. അങ്ങനെ വല്യമ്മനെ കണ്ടു. പിന്നെ അമ്മായിയാണ്, അമ്മായിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ റോട്ടിൽ കൂടെ ആയിട്ടാണ് പോകുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ് പാടത്തിൽ കൂടെ പോകുന്നത്. അപ്പോൾ തൂക്ക് ദിവ്യേൻ്റെ അടുത്ത് കൊടുത്തിട്ട് പാറ ഒരേ ഓട്ടമായിരുന്നു. ഓട്ടം തന്നത് വീട്ടിലാട്ടോ. അമ്പിളി കുറച്ച് നേരം ഓടിയിട്ട് പിന്നെ തിരിച്ചു വന്നു. കാരണം അവിടെ എത്തണില്ല. പിന്നെ തൂക്ക അവളെ വീട്ടിൽ പോയപ്പോഴേക്കും കയ്യിൽ പിടിച്ചു കേട്ടോ. അപ്പോൾ ടി വി നേരാക്കാൻ ആൾ വന്നിരുന്നു. ആ പഴയ ടീമായിട്ട് മറ്റേത് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൾ വന്നു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് അടുക്കള പണിയുണ്ട് കേട്ടോ. അമ്മ ഫുള്ള് ഓടി നടന്ന് ചെയ്യായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേക്ക് പായസമൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കുട്ടികളും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി നിന്നു. അപ്പം ഞങ്ങളും ചെറുതായിട്ട് ഫോട്ടോ എടുത്തു. ഡ്രസ്സ് ഇന്നലെ അമ്മ വന്നപ്പോൾ കൊടുന്നു കേട്ടോ. അതിനിടയ്ക്ക് അച്ഛമ്മ വന്നു കേട്ടോ. അച്ഛമ്മ ഹലോ ഗൈസ് പറയൂ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഇങ്ങനെ കുറെ പടങ്ങൾ പിടിപ്പിച്ച് TV ഒക്കെ ശരിയായി കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് കാണാം. ആ വട്ടപ്പുള്ളി അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ എത്തിയിരിക്കുന്നു ഗൈസ്. വാ പോയി നോക്ക് വാ. അങ്ങനെ അമ്പിളി ഓടിപ്പോയിട്ട് അവർ സ്വീകരിച്ചു. 2 പേര് 2 കയ്യിലും പൊതിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പൊതിയാണ് മുതിയിലായിരുന്നു ഞങ്ങളെ കണ്ണു ഫുള്ള്. അങ്ങനെ പൊതിയൊക്കെ ഞങ്ങൾ വാങ്ങി. എന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഒരു കേക്ക് കൊടുത്തിരുന്നു. കേക്ക് മുറിച്ചു കേട്ടോ. കേക്ക് മുറിച്ചപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു സൗണ്ട്. അതെന്താടേ കരച്ചിലൊക്കെ മാറിയിട്ടോ. കുട്ടി ചെറുതായിട്ട് നാവ് കടിച്ചതാണേ അല്ലേ പൈ. ഓ അതേമാതിരി സക്കരപ്പേര്. അങ്ങനെ പഴവും വന്നു ഗൈസ്. എന്റെ അമ്പിളി സൂപ്പറാ. തപ്പട്ട് നീ തപ്പട്ടുണ്ടാ, നീ ചോറിന്. വാ അങ്ങനെ പ്രതീക്ഷിക്കാതെ ആദ്യമായിട്ട് നമ്മുടെ മാളി ചേച്ചി വന്നിട്ടുണ്ട് ഗൈസ്. ഹായ് പറയൂ. ഹായ് പറയൂ. ഹായ്. ചേച്ചി കുട്ടികളും കൊണ്ട് തോട്ടത്തേക്ക് പോയി, കാരണം കുട്ടികളെല്ലാം കരയായിരുന്നു പോകണം പറഞ്ഞിട്ട്. അപ്പോൾ അവരെ കൊണ്ട് തോട്ടത്തേക്ക് പോയി. അമ്മ അച്ഛനും പാല് കറക്കായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അവർ പേടിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ടോ പറയാൻ. എന്നിട്ട് അവരൊക്കെ പോയി. അപ്പത്തിന് അവർ വന്നു. ഇതൊക്കെ പോയി. ഞാൻ സൗണ്ട് കേട്ടു നിങ്ങളുടെ, അതാ പോയി നോ 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 പറഞ്ഞത്. അങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.